ചങ്ങരംകുളം സാംസ്കാരിക സമിതി ഗ്രന്ഥശാലയിലെ വായനയെയും എഴുത്തിനെയും സ്നേഹിക്കുന്ന പ്രിയ സൗഹൃദങ്ങളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഗ്രന്ഥശാല ഇന്ന് ഒരു അംഗീകാരത്തിൻ്റെ നിറവിലാണ്, അതിൻ്റെ സന്തോഷത്തിലാണ്. കഴിഞ്ഞ വർഷം നടത്തിയ സാംസ്കാരിക സമിതി ഗ്രന്ഥശാല സംഘടിപ്പിച്ച സാഹിതീയ പ്രവർത്തനങ്ങളെ മലപ്പുറം ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗീകരിച്ചിരിക്കുകയാണ്. മലപ്പുറം ജില്ലയിലെ 50ഓളം വരുന്ന ഗ്രന്ഥശാലകളിൽ നിന്ന് മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ 4 ഗ്രന്ഥശാലകളിൽ ഒന്നായി സാംസ്കാരിക സമിതി ഗ്രന്ഥശാലയെ തിരഞ്ഞെടുത്തിരിക്കുന്നു. സാഹിതീ സൗഹൃദം എന്ന പേരിൽ നമ്മൾ സംഘടിപ്പിച്ച ആ സാഹിത്യ കൂട്ടായ്മകളുടെ ഒരു സദ്ഫലമാണ് ആ അംഗീകാരം. അത് നമ്മൾ ഈ കോവിഡ് പ്രതിസന്ധി കാലത്ത് പ്രതിവാര പുസ്തക ചർച്ചയാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആ അംഗീകാരത്തിൻ്റെ നിറവ് ഈ ഗ്രന്ഥശാലയിലെ കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ സിദ്ധിച്ചതാണ്. അതിൽ ഈ ഗ്രന്ഥശാലയിലെ എല്ലാ പ്രവർത്തകർക്കും, ഇതിൻ്റെ ഭാരവാഹികൾക്കും, അവരോടൊപ്പം പ്രോത്സാഹനജനകമായി നിന്ന ഇതിലെ എല്ലാ അംഗങ്ങൾക്കും അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണ്. അത് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുകയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രശസ്ത എഴുത്തുകാരി മാധവിക്കുട്ടിയുടെ ഓർമ്മകളുടെ സമാഹാരമായ നീർമാതളം പൂത്തകാലം എന്ന ഓർമ്മക്കുറിപ്പുകളെ കുറിച്ചാണ്. വിഖ്യാതമായ പുസ്തകമാണ് നീർമാതളം പൂത്തകാലം. അതിന് വയലാർ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. നിരവധി പതിപ്പുകൾ, 57ഓളം പതിപ്പുകൾ ഈ പുസ്തകത്തിന് ഇതുവരെ ഉണ്ടായിക്കഴിഞ്ഞു. വായനയുടെ ഒരു സർഗധന്യത ഉളവാക്കുന്ന ഒരു കൃതിയാണ് നീർമാതളം പൂത്തകാലം. ഈ കൃതിയിൽ മാധവിക്കുട്ടി ആവിഷ്കരിക്കുന്നത് തൻ്റെ ബാല്യകാല അനുഭവങ്ങളെയും കൗമാരകാല അനുഭവങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് ഉള്ള അനുഭവങ്ങളാണ്. വന്നേരിക്കടുത്തുള്ള പുന്നയൂർക്കുളത്ത് ചിലവഴിച്ച അവരുടെ ബാല്യകാലം, അതുപോലെ കൽക്കത്ത എന്ന മഹാനഗരത്തിൽ അവർ അനുഭവിച്ച കാലഘട്ടം, അങ്ങനെ ഗ്രാമത്തിൻ്റെയും നഗരത്തിൻ്റെയും അനുഭവങ്ങളെ, ബാല്യകാലാനുഭവങ്ങളെ, കൗമാരകാല കുതൂഹലങ്ങളെ, കൗമാരകാല ചാബല്യങ്ങളെ ഇഴചേർത്ത് വെച്ചിരിക്കുന്ന ഒരു ഉത്കൃഷ്ട കൃതിയാണ് നീർമാതളം പൂത്തകാലം. ഇതിൻ്റെ ആദ്യ അധ്യായങ്ങളിൽ അവർ തൻ്റെ പൂർവസൂരികളെ സ്മരിക്കുന്നു. നാലപ്പാട്ട് തറവാട് ആലുവയിലാണെന്നും ആദ്യകാലത്ത് ഉണ്ടായിരുന്നത്, മാധവിക്കുട്ടിയുടെ ഭാഷയിൽ പറഞ്ഞാൽ തൻ്റെ അമ്മമ്മയുടെ അമ്മമ്മയുടെ അമ്മ ആലുവയിൽ നിന്ന് നവവധുവായി വന്നേരിക്കടുത്തുള്ള പുന്നയൂർക്കുളത്തെ തിരുത്തിക്കാട് എന്ന സ്ഥലത്തേക്ക് വരികയാണ്. അവിടെ ഒരു നാലുകെട്ട്
വാസ്തുശില്പ വിദഗ്ധനായ ഒരു ആശാരി നിർമ്മിച്ച് നൽകുന്നു. ആർഭാടങ്ങളില്ലാത്ത ഒരു നാലുകെട്ടായിരുന്നു അത് എന്ന് അവർ പറയുന്നു. അതിന് ആർഭാടം വരുന്നത് പിന്നീട് അതിനു ചുറ്റും മരങ്ങൾ വളർന്ന് വലുതായി വൻമരങ്ങളാകുമ്പോഴാണ്. അപ്പോൾ പ്രകൃതിയാണ്, പ്രകൃതിയിലെ സസ്യജാലങ്ങളാണ് ആ നാലുകെട്ടിനെ ആർഭാടപൂർണമാക്കിയത് എന്ന് അവർ ഇതിൽ കുറിക്കുന്നുണ്ട്. നീർമാതളം എന്ന പൂക്കൾ, നീർമാതള പൂക്കൾ വിടരുന്നത് ഒരാഴ്ചക്കാലത്തേക്ക് മാത്രമാണ്. മണ്ണിൽ നിന്ന് പുതുമഴയുടെ ഗന്ധമുയർന്നാൽ നീർമാതളം പൂക്കുന്ന കാലമായി എന്ന് മനസ്സിലാക്കാം. നീർമാതളപ്പൂക്കൾ വിടർന്നു കഴിഞ്ഞാൽ ഇലകളെല്ലാം കൊഴിഞ്ഞ് പൂക്കൾ മാത്രമായിട്ടുള്ള ഒരു നയനമനോഹരമായ കാഴ്ചയാണ്. എത്രയോ രാത്രികളിൽ ജനാലയിലൂടെ നിലാവിനേക്കാൾ നേർത്ത ധവളിമയുള്ള നാലിതളുകളുള്ള ഒരു തൊങ്ങലുള്ള ആ പുഷ്പങ്ങളെ നോക്കി നിന്നതായി ഓർമ്മക്കുറിപ്പിൽ മാധവിക്കുട്ടി എഴുതുന്നുണ്ട്. അപ്പോൾ ആ നീർമാതളത്തിൻ്റെ സുഗന്ധം, ആ നീർമാതളത്തിൻ്റെ ആയുസ് ഒരാഴ്ചയാണെങ്കിൽ ഈ ഓർമ്മക്കുറിപ്പുകൾക്ക് എത്രയോ സംവത്സരങ്ങളുടെ ആയുസ്സുണ്ട്. അത്രയും ദീപ്തമായ രീതിയിലാണ്, ഹൃദയാവർജകമായ രീതിയിലാണ് ഈ ഓർമ്മക്കുറിപ്പുകൾ അവർ എഴുതിയിട്ടുള്ളത്. സ്വന്തമായി ഭാഷയിൽ ഭാഷ നിർമ്മിക്കുന്ന 3 എഴുത്തുകാരാണ് ഉള്ളത് എന്ന് ഉള്ളൊരു നിരീക്ഷണമുണ്ട്. ഒന്ന് സാക്ഷാൽ വൈക്കം മുഹമ്മദ് ബഷീറാണ്. മറ്റൊന്ന് ഹാസ്യത്തിൻ്റെ മേമ്പടിയോടെ സാമൂഹിക രാഷ്ട്രീയ സമകാലിക സംഭവങ്ങളെ അവതരിപ്പിച്ചിരുന്ന VKN. പിന്നെ മാധവിക്കുട്ടി. ഇവർ 3 പേരും ഭാഷയിൽ അവരുടേതായൊരു ഭാഷ നിർമ്മിക്കുകയായിരുന്നു. അത് അനുകരിക്കാൻ സാധിക്കാത്തതാണ്, അനന്യമാണ്. ഇവരെഴുതിയ ഏതെങ്കിലും ഒരു ഖണ്ഡിക വായിച്ചാൽ, ഇവരെ വായിച്ച് ശീലിച്ചിട്ടുള്ളവർക്ക് അറിയാം ഇത് ആരാണ് എഴുതിയതെന്ന്. അതിൻ്റെ താഴെ അവരുടെ പേര് എഴുതി വെക്കേണ്ടി വരില്ല. ബഷീർ എഴുതിയ ഒരു പാരഗ്രാഫ് വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് ബഷീറിൻ്റെ ഭാഷയാണെന്ന്. VKNൻ്റെ ആയാലും മാധവിക്കുട്ടിയുടെ ആയാലും അവർ സ്വന്തം ഒരു ഭാഷ സൃഷ്ടിച്ചവരാണ്, നിർമ്മിച്ചവരാണ്. അപ്പോൾ അങ്ങനെ ആ അന്യാദൃശ്യമായ ആ ഭാഷയുടെ സൗകുമാര്യം ഈ ഓർമ്മക്കുറിപ്പുകളിൽ ആദ്യന്തം നിറഞ്ഞു നിൽക്കുന്നു. പൂർവസൂരികളെ സ്മരിച്ചുകൊണ്ട് തുടങ്ങുന്ന ആദ്യ അധ്യായം മുതൽ പിന്നീട് അങ്ങോട്ട് ആ ഗ്രാമീണ ജീവിതത്തിൻ്റെ ഇതളുകൾ വിടർത്തുകയാണ്. തൻ്റെ ബാല്യകാല അനുഭവങ്ങളിലെ ഓരോ സംഭവങ്ങൾ അവർ അവതരിപ്പിക്കുകയാണ്. അതിൽ കഥാപാത്രങ്ങളായിട്ട് വരുന്നവർ നിരവധിയാണ്. വള്ളിയും പാറുകുട്ടിയും മാധവി അമ്മയും കലിനാരായണൻ നായരും കുഞ്ഞാത്തുവും അമ്മമ്മയും ചെറിയോപ്പുവും ഇങ്ങനെ തുടങ്ങി നിരവധി കഥാപാത്രങ്ങൾ പുന്നയൂർക്കുളത്തെ ആ നാട്ടിൻപുറത്തും കൽക്കത്തയിലെ ആ മഹാനഗരത്തിലുമായി ഈ പുസ്തകത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. ഇതിലെ ചില അധ്യായങ്ങൾ
നമ്മുടെ മനസ്സിനെ അഗാധമായി സ്പർശിക്കുന്നതാണ്. ഇതിലൊരു മാധവിക്കുട്ടി കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ 6 7 വയസ്സ് പ്രായമുള്ളപ്പോൾ അമ്പാഴത്തെ തറവാട്ടിൽ, മാധവിക്കുട്ടിയുടെ ബന്ധുഗൃഹമായിട്ടുള്ള അമ്പാഴത്തെ തറവാട്ടിൽ ഒരു പാവപ്പെട്ട തെങ്ങുകയറ്റ തൊഴിലാളിയെ പിടിച്ചുകൊണ്ടുവന്ന് ശിക്ഷിക്കുന്നതിൻ്റെ ഒരു ചിത്രമുണ്ട്. ദാരിദ്ര്യം സഹിക്ക വയ്യാതെ ഈ അമ്പാഴത്തെ തറവാട്ടിൽ നിന്ന് തേങ്ങ മോഷ്ടിച്ചു എന്ന കുറ്റമാണ് ഇയാളിൽ ആരോപിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ആ കറുത്തു മെലിഞ്ഞ ആ മനുഷ്യനെ ഇവരുടെ ഭൃത്യന്മാർ പറങ്ങയും മറ്റൊരു ഭൃത്യനും കൂടി ബലമായി പിടിച്ചുകൊണ്ടുവരികയാണ്. അയാളുടെ കാൽമുട്ടുകളോട് ചേർന്ന് അയാളുടെ കൊച്ചുകുട്ടിയുമുണ്ട്, കമലയുടെ അതേ പ്രായമുള്ള കൊച്ചുകുട്ടി. അവൻ അച്ഛൻ്റെ കാൽമുട്ടിൽ മുഖം ചേർത്ത് വിതുമ്പി കരഞ്ഞുകൊണ്ടാണ് വരുന്നത്. അങ്ങനെ അക്കാലത്ത് അമ്പാഴത്തെ തറവാട് ആ നാട്ടിലെ കേസുകളെ കൈകാര്യം ചെയ്യുന്ന അധികാരമുള്ള ഒരു തറവാടായിരുന്നു. ആ നാട്ടിലെ പല പ്രശ്നങ്ങളും ഒത്തുതീർപ്പായിരുന്നത് ഈ തറവാട്ട് മുറ്റത്ത് വെച്ചായിരുന്നു. ചെറിയോപ്പുവാണ് അതിൽ ന്യായാധിപയായിട്ട് വർത്തിക്കുന്നത്. അങ്ങനെ ചെറിയോപ്പു ഈ മനുഷ്യന് ശിക്ഷ വിധിക്കുകയാണ്. പ്ലാവിൽ വരിഞ്ഞു കെട്ടി അയാളുടെ പുറത്ത് ആ പുലിവാറൽ കൊണ്ട് മർദ്ദിക്കുകയാണ്. അപ്പോൾ ചെറിയോപ്പു മർദ്ദിക്കുന്ന വൃദ്ധരോട് പറയുന്നുണ്ട്, കൊല്ലണ്ട, 10 20 അടി അടിച്ചു കഴിഞ്ഞിട്ട് അഴിച്ചു വിട്ടോളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ മനുഷ്യനെ, ഈ മോഷ്ടാവിനെ എങ്ങനെയാണ് ഈ കൊച്ചു കുഞ്ഞിൻ്റെ മുന്നിൽ വെച്ച് ശിക്ഷിക്കുക എന്നുള്ളൊരു ചർച്ച ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ വീട്ടിലെ പാചകക്കാരനായിട്ടുള്ള ആൾ പറയുന്നത് ഈ കുട്ടിയോട്, ഞാൻ നിനക്കൊരു ദോശ തരാം, നീ അടുക്കളയിലേക്ക് വായോ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ കുഞ്ഞ് പോകാൻ കൂട്ടാക്കുന്നില്ല. പിന്നീട് ആ കുഞ്ഞിനെ ബലമായി പിടിച്ചു മാറ്റി ആ മനുഷ്യനെ ക്രൂരമായി പ്രഹരിക്കുന്നു. അയാളുടെ പുറത്തെ തൊലി പൊട്ടി ചോര പ്രവഹിക്കുന്നു. ആ ചോര വീണ് ആ മണ്ണ് നനയുന്നു. ഒടുവിൽ അടിച്ച് കൈ കുഴഞ്ഞ് പറങ്ങ പുലിവാറൽ ഒടിച്ചു വലിച്ചെറിയുകയാണ്. എന്നിട്ട് ഈ ശിക്ഷ ഏറ്റുവാങ്ങിയ മനുഷ്യനെ ആ പ്ലാവിൽ നിന്ന് അഴിച്ച് മണ്ണിൽ കിടത്തുന്നു. ഈ കുഞ്ഞ് ആ അച്ഛനെ ശരീരത്തോട് ചേർന്ന് വിലപിക്കുകയാണ്. അപ്പോൾ ചെറിയോപ്പ പറയുന്നത്, നിന്റെ അച്ഛൻ മരിച്ചു പോയിട്ടൊന്നുമില്ല എന്ന്. അതിന് മർദ്ദനമേറ്റ് തളർന്ന ആ മനുഷ്യനെ അയാളുടെ കുടിലിലേക്ക് എടുത്തു കൊണ്ടുപോവുകയാണ്. പക്ഷേ അപ്പോൾ കുട്ടി പോകുന്നില്ല. കുട്ടി അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പം എന്താ നീ പോകാത്തത് എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നത്, എനിക്ക് തരാമെന്ന് പറഞ്ഞ ആ ദോശ എവിടെ? അപ്പോൾ ആ വിശപ്പ്, ആ കുഞ്ഞ് തൻ്റെ അച്ഛനെ മൃഗീയമായി ശിക്ഷിക്കുന്ന ആ വേളയിൽ പോലും ആ കുഞ്ഞ് ആ ദോശ എന്ന ആ ഭക്ഷണത്തിന് വേണ്ടി കാംക്ഷിച്ച് നിൽക്കുന്നു. ആ കുട്ടിക്ക് ആ ഭക്ഷണം അവർ കൊടുക്കുന്നില്ല. അവനെ അവിടെ നിന്ന് ആട്ടിപ്പായിക്കുകയാണ്. അപ്പോൾ മാധവിക്കുട്ടി സത്യസന്ധമായി തൻ്റെ ബാല്യകാലത്തുണ്ടായ നല്ലതും ചീത്തയുമായ അനുഭവങ്ങളെ എഴുതുകയാണ്. തൻ്റെ തറവാട്ട് മഹിമയോ അതല്ലെങ്കിൽ അതിലുണ്ടായിരുന്ന നല്ല കാര്യങ്ങളോ മാത്രമല്ല അവർ ചിത്രീകരിക്കുന്നത്. മറിച്ച് അന്നത്തെ ജന്മിത്തം ചെയ്തിരുന്ന ക്രൂരതകളെക്കുറിച്ചും മനുഷ്യത്വ വിരുദ്ധമായിരുന്ന പ്രവൃത്തികളെക്കുറിച്ചും ഇതിൽ ഇവർ കുറിച്ചിരുന്നുണ്ട്. അപ്പോൾ മാധവിക്കുട്ടിയുടെ എഴുത്തിൻ്റെ സത്യസന്ധത ഈ പുസ്തകത്തെ അതിൻ്റെ
ശോഭയെ വർദ്ധിപ്പിക്കുന്നതാണ്. തുറന്നെഴുത്താണ്. അതുകൊണ്ട് തന്നെയാണ് മലയാളിയുടെ കപട സദാചാര ബോധത്തെ മാധവിക്കുട്ടിയുടെ തുറന്നെഴുത്ത് നോവിപ്പിക്കുകയും അവർ നിരവധി അവഹേളനങ്ങൾക്കും മറ്റും പാത്രമായി തീർന്നത്. എൻ്റെ കഥ എന്ന പുസ്തകത്തെക്കുറിച്ചൊക്കെ ഇവിടെ ഈ ചർച്ചയിൽ പങ്കാളികളാകുന്നവർക്കറിയാം. അപ്പോൾ മാധവിക്കുട്ടിയുടെ ആ സത്യസന്ധത കൊണ്ടും കൂടി ഈ പുസ്തകം വലിയ പ്രസക്തിയാകുന്നുണ്ട്, വളരെ പ്രസക്തമാകുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ആ സ്മൃതി ചിത്രങ്ങളുടെ അവതരണം, അതിൻ്റെ സൂക്ഷ്മാംശത്തിലുള്ള ശ്രദ്ധ. ഇതിലെ മറ്റൊരു അധ്യായത്തിൽ ഒരു കരടി കളിക്കാരനായ ലക്ഷ്മൺ എന്ന മനുഷ്യനെ കുറിച്ച് പറയുന്നുണ്ട്. കൽക്കത്തയിൽ താമസിക്കുമ്പോൾ ഒരു ഉച്ചനേരത്ത് ഒരു കരടിയുമായി ഈ ലക്ഷ്മൺ കമലയുടെ വീട്ടിലേക്ക് വരികയാണ്. ആ കരടിയെക്കുറിച്ച് കമല പറയുന്നത്, പ്ലാറ്റ്ഫോമിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു മുഷിഞ്ഞ കരിമ്പടക്കെട്ട് പോലെയാണ് ആ കരടി എന്ന് പറയുന്നത്. അതിൻ്റെ രോമങ്ങളിൽ കടലാസുകളും ഉണങ്ങിയ പുല്ലുകളും ഒക്കെ പറ്റിപ്പിടിച്ച് കിടക്കുന്നുണ്ട്. അങ്ങനെ ആ കരടിയെ കൊണ്ടുവരുന്നതും, ആ കരടിയുടെ ശബ്ദം കേട്ടാൽ, അല്ലെങ്കിൽ അതിനെ കളിപ്പിക്കുന്ന ശബ്ദം കേട്ടാൽ യജമാനൻ ഉണർന്നു വരുന്നു ഭയക്കുന്ന ആ വീട്ടിലെ പാചകക്കാരനായ കലിനാരായണൻ നായരും, കുഞ്ഞാത്തു എന്ന വയോധികനും, പാറുകുട്ടി എന്ന പരിചാരികയും ഒക്കെ വേവലാതിപ്പെടുന്നുണ്ട്. അപ്പം ആ കരടിയുടെ ഉടമയായിട്ടുള്ള ലക്ഷ്മൺ അയാളുടെ ജീവിതം, അയാളുടെ ദരിദ്രമായ ജീവിതം കുറഞ്ഞ വാക്കുകളിൽ പറയുന്നുണ്ട്. ഒരു നേരത്തെ വിശപ്പടക്കാൻ നിവൃത്തിയില്ലാതെ ഭക്ഷണം യാചിച്ചുകൊണ്ടാണ് അയാൾ വരുന്നത്. അപ്പോൾ ഒരു അധ്യായത്തിൽ കുറഞ്ഞ വാക്കുകളിൽ മാധവിക്കുട്ടി ആ നിസ്വനായ മനുഷ്യൻ്റെ ദുരിതപൂർണമായ ജീവിതത്തെ വരച്ചിടുകയാണ്. അത്രയും സൂക്ഷ്മമായും സത്യസന്ധമായും അവർ അത് നിർവഹിക്കുന്നു. ഇങ്ങനെ നിരവധി അധ്യായങ്ങളിൽ നമ്മുടെ ഹൃദയസ്പർശിയായിട്ടുള്ള രംഗങ്ങൾ ഇതിൽ നിരവധി കാണാൻ സാധിക്കും. അതുപോലെ 14 വയസ്സുള്ളപ്പോൾ മാധവിക്കുട്ടി തൻ്റെ കൗമാര കുതൂഹലങ്ങളിലേക്ക് വരികയാണ്. അപ്പോഴേക്കും അവരുടെ മനസ്സിൽ പ്രണയത്തിൻ്റെ വിത്തുകൾ വീഴുന്നുണ്ട്. അതിന് പക്ഷേ വ്യക്തമായ ദിശാബോധമൊന്നുമില്ല. പ്രണയിക്കാനുള്ള അദമ്യമായ ഒരാഗ്രഹം അവരുടെ മനസ്സിൽ ഉടലെടുക്കുന്നു. ഇങ്ങനെ ബാല്യത്തിൽ നിന്നും കൗമാരത്തിലേക്കുള്ള അവരുടെ വളർച്ചയുടെ ഘട്ടങ്ങൾ, അതിനെ ചിത്രീകരിക്കുന്ന സംഭവ വികാസങ്ങൾ, അതുപോലെ ത്രിപുര എന്ന ഒരു പരിചാരികയെക്കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. അവർ സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കമലയെ ഒരു സിനിമാ നിർമ്മാതാവിൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ചിത്രം. ഇങ്ങനെ ഒരു സംഭവത്തിൽ നിന്നും ഉടലെടുത്ത് അതിനെ ഒരു നാടകീയമായി അവതരിപ്പിക്കുന്ന ഒരു ശൈലിയാണ് മാധവിക്കുട്ടി ഇതിൽ അനുവർത്തിച്ചിരിക്കുന്നത്. ബാല്യകാലത്തുണ്ടാകുന്ന ഓരോരോ ചെറിയ ചെറിയ സംഭവങ്ങൾ, വീട്ടിലും പരിസരത്തും ഉണ്ടാകുന്ന ചെറിയ സംഭവങ്ങൾ, അതിൻ്റെ സൂക്ഷ്മാംശത്തെപ്പോലും ഓർമ്മിച്ചുകൊണ്ട് അതിനെ വിശദമായി അവതരിപ്പിക്കുകയാണ് മാധവിക്കുട്ടി ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൽ തൻ്റെ അമ്മാവനായ നാലപ്പാട്ട് നാരായണ മേനോൻ്റെ ഒരു പേന നഷ്ടപ്പെട്ട സംഭവം വിവരിക്കുന്നുണ്ട്. നാലാപ്പാട്ട് നാരായണ മേനോൻ മലയാളത്തിലെ ലബ്ധപ്രതിഷ്ഠനായ എഴുത്തുകാരൻ. പാവങ്ങളും രതി സാമ്രാജ്യവും
മലയാളത്തിന് സമ്മാനിച്ച ഋഷിതുല്യനായ എഴുത്തുകാരൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പേന മോഷ്ടിച്ചൊരു സംഭവത്തെക്കുറിച്ച് ഇതിൽ പരാമർശിക്കുന്നുണ്ട്. അത്യന്തം രസകരമാണത്. ആമി എന്ന് വിളിക്കുന്ന കമലയുടെ ജ്യേഷ്ഠൻ കുട്ടിക്കാലത്ത് ഒരു ഡിറ്റക്റ്റീവ് ആകാനാണ് ആഗ്രഹിച്ചിരുന്നത്. അപ്പോൾ ആ പേനയെ, നഷ്ടപ്പെട്ടു പോയ പേനയെ അന്വേഷിക്കുന്ന ജ്യേഷ്ഠൻ്റെയും ജ്യേഷ്ഠനെ പിന്തുടരുന്ന കമലയുടെയും ആ ഒരു വാങ്മയ ചിത്രം, അതിനെക്കുറിച്ച് ആ വീട്ടിലെ പരിചാരകരുടെ ചർച്ച, മാധവിയമ്മയുടെയും വള്ളിയുടെയും പാറുക്കുട്ടിയുടെയും കലിനാരായണൻ നായരുടെയൊക്കെയുള്ള ആ ചർച്ച, വളരെ ഗ്രാമീണരായിട്ടുള്ള, വളരെ നാട്ടിൻപുറത്തെ മനുഷ്യർ, അവരുടെ പച്ചയായ ജീവിതം, അവരുടെ നിഷ്കളങ്കമായ അഭിപ്രായങ്ങൾ, അതിൻ്റെ ബാലിശമായ ചില വാദഗതികൾ, അത് നമ്മിൽ ചിരിയുണർത്തുന്നതാണ്. എത്ര ലളിതമായാണ്, എത്ര ഋജുവായാണ് അവർ ജീവിതത്തെ കണ്ടിരുന്നതെന്ന് ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ ആർഭാടരഹിതമായിട്ടുള്ള ജീവിതം നയിച്ചിരുന്ന ആ മനുഷ്യരെ അതേപോലെ തന്നെ മാധവിക്കുട്ടി അവതരിപ്പിച്ചിരിക്കുകയാണ്. ആ ഗ്രാമ്യമായ നിഷ്കളങ്കതയുടെയും ആ സംഭാഷണ ശൈലിയുടെയും ചാരുത ഏതൊരു അനുവാചകനെയും ആഴത്തിൽ സ്വാധീനിക്കുന്നതാണ്. അതുകൊണ്ടാണ് മലയാളത്തിലുണ്ടായിട്ടുള്ള ഓർമ്മക്കുറിപ്പുകളിൽ ഏറ്റവും മികച്ച ഒരു പുസ്തകമായിട്ട് നീർമാതള പൂത്തകാലം പരിഗണിക്കപ്പെടുന്നത്. അതിൻ്റെ വായന അത്രയും രസകരമായ രീതിയിൽ ഉള്ള ഒന്നാണ്. അതുമാത്രമല്ല, ഈ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ അനുവാചകർ സ്വന്തം ബാല്യകാലത്തെക്കുറിച്ചും കൗമാര കുതൂഹലങ്ങളെക്കുറിച്ചും ആലോചിക്കുന്നു. ആ ഓർമ്മകളെ ഉണർത്താൻ, ഉള്ളിൽ ഉറഞ്ഞു കിടക്കുന്ന ആ സ്മൃതികളിൽ ഒരു മഴയായി പെയ്ത് അതിനെ ഉണർത്താൻ മാധവിക്കുട്ടിയുടെ ഈ ഓർമ്മകളുടെ സമാഹാരത്തിന് സാധിക്കുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. അപ്പോൾ അനുവാചകരെ തന്നോടൊപ്പം സഞ്ചരിപ്പിക്കാനുള്ള ഒരു കഴിവ് ഈ പുസ്തകത്തിൽ ഉടനീളം നമുക്ക് ദർശിക്കാൻ സാധിക്കും. ഓരോ അധ്യായങ്ങളിലും അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളുടെ പ്രത്യേകതകൾ, അവരുടെ സംഭാഷണത്തിൻ്റെ ചാരുത, ഇത് ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണത്. ഭൃത്യരുടെ സംഭാഷണം, പ്രത്യേകിച്ചും കലിനാരായണൻ നായരുടെയും പാറുക്കുട്ടിയുടെയും ഒക്കെയുള്ള തീർത്തും നിഷ്കളങ്കരമായ ആ ഗ്രാമീണരുടെ സംഭാഷണത്തിലെ ആ ചാരുത നമ്മെ വളരെയധികം ആകർഷിക്കും. പാറുക്കുട്ടിയുമായി കമല സിനിമ കാണാൻ പോകുന്നുണ്ട്. കൽക്കത്ത നഗരത്തിലെ ഒരു വലിയ തിയേറ്ററിലേക്ക് പാറുക്കുട്ടി കമലയോടൊപ്പം പോവുകയാണ്. അപ്പോൾ ആ നഗര പരിഷ്കാരങ്ങൾക്കിടയിൽ ചെന്നുപെട്ട അണ്ടത്തോട് എന്ന അന്നത്തെ ആ കുഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ആ ഒരു യൗവനയുക്തയായ സ്ത്രീയുടെ പ്രശ്നങ്ങളെ, അവരുടെ ആ ജനങ്ങളെ തീർത്തും അപരിചിതമായ ആ ഒരു സന്ദർഭത്തിൽ ചെന്നുപെട്ട അവരുടെ വിഹ്വലതകൾ, അവർ പ്രകടിപ്പിക്കുന്ന അവരുടെ ഭാവഹാവാദികൾ, ചേഷ്ടകൾ, ഇതെല്ലാം വളരെ രസകരമായിട്ട് മാധവിക്കുട്ടി ഇതിൽ അവതരിപ്പിക്കുന്നു. ഇങ്ങനെ ഓരോരോ കഥാപാത്രങ്ങളെയും എടുത്ത് നമുക്ക് പറയാൻ സാധിക്കും. അത്രയും വ്യക്തമായ, സത്യസന്ധമായ, സൂക്ഷ്മമായ ചിത്രീകരണത്തിലൂടെ ഇതിലെ ഓരോ കഥാപാത്രങ്ങളും മിഴിവാർന്നു നിൽക്കുകയാണ്. അതാണ് ഈ പുസ്തകത്തിൻ്റെ വലിയ പ്രാധാന്യമെന്ന് എനിക്ക് തോന്നുന്നു. വായനയുടെ
ഒരു സർഗാത്മകതയുടെ, വായനയെ ഒരു സർഗാത്മകമാക്കി മാറ്റുന്ന ഒരു കൃതി കൂടിയാണ് ഇത്. കാരണം നമ്മിലുള്ള നമ്മുടെ ബാല്യകാലത്തെയും നമ്മുടെ കൗമാരകാലത്തെയും ഇത് ഉണർത്തുന്നുണ്ട്. അവിടേക്ക് നമ്മളെ ഒരു സ്വൈരവിഹാരത്തിനായി ക്ഷണിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പുന്നയൂർക്കുളം എന്ന ആ ഗ്രാമത്തിൻ്റെ വളർച്ചയെക്കുറിച്ചും സാമ്പത്തികമായി പഴയ അടിമകൾ, സമ്പന്ന ഗൃഹങ്ങളിലെ പഴയകാലത്തെ അടിമകൾ പിന്നീട് സമ്പന്നരായി മാറുന്നു. അവർ ഗൾഫിൽ പോയി, വിദേശ രാജ്യങ്ങളിൽ പോയി സമ്പന്നരായി മാറി തങ്ങളുടെ പഴയ ജന്മികളുടെ ഗൃഹങ്ങൾ അവർ സ്വന്തമാക്കുന്നു, വില കൊടുത്തു വാങ്ങുന്നു. അതിലെ വീട്ടിനുള്ളിലെ അവർക്ക് അപ്രാപ്യമായിരുന്ന, അവർക്ക് കാണുവാൻ പോലും കഴിയാതിരുന്ന ആ വലിയ തറവാടുകളിലെ അകത്തളങ്ങളിലേക്ക് അവർ പ്രവേശിക്കുന്നതും അവർ അതിനെ സ്വന്തമാക്കുന്നതും, അങ്ങനെ തങ്ങളുടെ പൂർവ്വതലമുറയോട് അല്ലെങ്കിൽ തങ്ങളുടെ ബാല്യകാലത്ത് തങ്ങളോട് ചെയ്തിരുന്ന ആ അവഗണനയ്ക്കും ക്രൂരതയ്ക്കും പകരം വീട്ടുന്നതും മാധവിക്കുട്ടി ഇതിലൊരു അധ്യായത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കാലങ്ങളിലൂടെയുള്ള ഒരു സഞ്ചാരം, ആ കാലത്തെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന ഒരു ശൈലിയും ഈ പുസ്തകത്തിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ പല ഘടകങ്ങൾ കൊണ്ടും മാധവിക്കുട്ടിയുടെ നിർമാതളം പൂത്തകാലം എന്ന പുസ്തകം പ്രസക്തമാവുകയാണ്. അതിൻ്റെ വായന അത്യന്തം ചേതോഹരമായ ഒരനുഭവമായി അനുവാചകനിൽ നിറഞ്ഞു നിൽക്കുന്നു. നാലാപ്പാട്ട് നാരായണ മേനോൻ്റെ, അതുപോലെ ബാലാമണിയമ്മ എന്ന അവരുടെ മാതൃത്വത്തിൻ്റെ കവി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ബാലാമണിയമ്മ, മലയാളത്തിലെ ഉന്നത ശീർഷനായ എഴുത്തുകാരൻ നാലപ്പാട്ട് നാരായണ മേനോൻ, VM നായർ എന്ന മാതൃഭൂമിയുടെ മാനേജിംഗ് എഡിറ്ററായിരുന്ന VM നായർ, ഇങ്ങനെ മലയാള ഭാഷയിൽ, ചരിത്രത്തിൽ നിസ്തുലമായ സംഭാവനകൾ നൽകിയ വ്യക്തികൾ ഇതിലെ കഥാപാത്രങ്ങളാണ്. അവരുടെ ആ പരിവേഷങ്ങളെയെല്ലാം മാറ്റിവെച്ചുകൊണ്ട്, ഇപ്പം നാലാപ്പാട്ട് നാരായണ മേനോൻ എന്ന ആ ഉന്നതനായ വ്യക്തിത്വത്തിൻ്റെ സവിശേഷതകളെ മാറ്റിവെച്ചുകൊണ്ട്, ബാലാമണി എന്ന കവയിത്രി എന്ന പരിവേഷത്തെ മാറ്റിവെച്ചുകൊണ്ട് അവരുടെ ആ ഒരു സാധാരണ സ്ത്രീയായിട്ടുള്ള ലളിതമായ ജീവിതം നയിച്ചിരുന്ന, ഖദർ വസ്ത്രങ്ങൾ മാത്രം ധരിച്ചിരുന്ന, ഒട്ടും ആർഭാടങ്ങളിൽ അഭിരമിക്കാത്ത, ഒട്ടും ആർഭാടങ്ങളിൽ താല്പര്യമില്ലാതിരുന്ന അവരെയൊക്കെ അടുത്തു നിന്ന് കാണുന്ന ഒരു പ്രതീതിയാണ് ഈ ഓർമ്മക്കുറിപ്പുകളിൽ ഉള്ളത്. അവർ പച്ച മനുഷ്യരായിട്ട് മാധവിക്കുട്ടിയുടെ ഓർമ്മകളിൽ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആവിഷ്കാരത്തിന് മാധവിക്കുട്ടിയെ പ്രേരിപ്പിക്കുന്നത് അവർ തൻ്റെ ആ സ്മരണകളിൽ സ്വയമറിയാതെ മുഴുകുന്നു എന്നുള്ളതാണ്. ഒരു വിഷയത്തിൽ നിന്നും തുടങ്ങി പിന്നീട് അത് ഇങ്ങനെ സ്വച്ഛന്തമായി അതിൻ്റെ സരണികളിലൂടെ അങ്ങനെ സഞ്ചരിക്കുകയാണ്. അതിന് കൃത്യമായ ഒരു ചിട്ടയൊന്നുമില്ല. ഒരു വളർത്തുനായിയെ വാങ്ങിത്തരണമെന്ന് മാധവിക്കുട്ടി ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ കർക്കശക്കാരനായിട്ടുള്ള അച്ഛൻ അതിനനുവദിക്കുന്നില്ല. പിന്നീട് അവിടെ നിന്ന് ഈ വളർത്തുനായ്ക്കളെ കുറിച്ചുള്ള ഒരു ചർച്ചയാണ്.
ആ വളർത്തുനായയെ വേണമെന്ന് ശഠിക്കുന്ന കുട്ടിയായ കമലയോട് ഭൃത്യ പാറുകുട്ടി പറയുന്നു, കുട്ടി ഒരു പൂച്ചയെ വളർത്തിക്കോളൂ എന്ന്, ഒരു കണ്ടൻ പൂച്ചയെ വളർത്തിക്കോളൂ എന്ന് പറയുന്നുണ്ട്. ആ പൂച്ചയുടെ നഖങ്ങളൊക്കെ പിഴുതു കളഞ്ഞ് അതിനെ മടിയിലെടുത്ത് വെച്ച് ഓമനിച്ചുകൊള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മാധവിക്കുട്ടി പാറുകുട്ടിയോട് ചോദിക്കുന്നു, എനിക്ക് പാറു ഒരു പൂച്ചയെ പിടിച്ചു തരാമെന്ന്. അപ്പോൾ പാറുകുട്ടി പറയുന്നത്, പെണ്ണുങ്ങൾക്കൊന്നും പൂച്ചയെ പിടിക്കാൻ പറ്റില്ല, ആണുങ്ങൾക്കേ പിടിക്കാൻ പറ്റൂ, അതല്ലെങ്കിൽ പൂച്ച നമ്മെ മാർദ്ദം കടിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് കേട്ട കരിനാരായണൻ ഞാൻ ചോദിക്കുകയാണ്, എന്താ ആണുങ്ങളെ പൂച്ച കടിക്കുകയും മാന്തൊന്നുമില്ലെന്ന്. ഇങ്ങനെയുള്ള ബാലിശ്യമെന്ന് തോന്നാമെങ്കിലും അതിൻ്റെ ആ ആന്തരാത്മാവിലുള്ള ആ ഒരു ചർച്ച, ആ ഒരു ആ, അതിൻ്റെ ഒരു വിശാലമായ കാഴ്ചപ്പാട് കൂടി ഇതിൽ വരുന്നുണ്ട്. ബാഹ്യതലത്തിൽ ഒരു കുട്ടിയുടെ കാഴ്ചപ്പാടിലുള്ള ബാലിശത്വം ഇതിൽ ഉണ്ടെങ്കിൽ പോലും അതിൽ നിന്നും വ്യത്യസ്തമായി, വിഭിന്നമായി അതിനെ ഒരു സാർവലൗകികമായ വീക്ഷണകോണുകളിലേക്ക്, മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ മനുഷ്യത്വത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ചോദനകളിലേക്ക് ഇതിന് അനുവാചകരെ നയിക്കുന്നുണ്ട് എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൽ അത്യന്തം തുളുമ്പി നിൽക്കുന്നത്, തുടിച്ചു നിൽക്കുന്നത് മനുഷ്യത്വമാണ്, മനുഷ്യൻ്റെ സ്നേഹമാണ്. അത് ലഭിക്കാതെ വരുമ്പോഴുണ്ടാകുന്ന നിരാശയാണ്, നൈരാശ്യമാണ്. കമല എന്ന പെൺകുട്ടി എപ്പോഴും സ്നേഹിക്കപ്പെടാനും ലാളിക്കപ്പെടാനും ആഗ്രഹിക്കുന്ന മറ്റേതൊരു കുട്ടിയെയും പോലെയുള്ള ഒരു സാധാരണ പെൺകുട്ടിയാണ്. പക്ഷേ അവളുടെ അച്ഛൻ ഒരു വലിയ കാർ ഫാക്ടറിയിലെ ഉയർന്ന ഉദ്യോഗസ്ഥനാണ്, അതിൻ്റെ ഡയറക്ടറാണ്. അമ്മ അറിയപ്പെടുന്ന കവയിത്രിയാണ്. അവർ അവരുടേതായിട്ടുള്ള ആ വലിയ ലോകത്താണ്. അവർക്ക് ഈ കൊച്ചുകുട്ടിയോടൊപ്പം ചെലവഴിക്കാൻ വേണ്ടത്ര സമയം ലഭിക്കുന്നില്ല. ഈ കുട്ടിയുടെ മനസ്സിലുള്ള കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളെ, ബാലിശ്യമെന്ന് തോന്നാമെങ്കിൽ പോലും ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവളുടെ വലിയ ആഗ്രഹങ്ങളെ ഇവർക്ക് നിവർത്തിച്ചു കൊടുക്കാൻ സാധിക്കുന്നില്ല. അത് ബോധപൂർവമല്ല, മനഃപൂർവമല്ല. അത് അവർക്കതിനുള്ള സമയമോ സന്ദർഭമോ ഇല്ല എന്നുള്ളത് കൂടി ഇതിൽ നോക്കേണ്ടതാണ്. അപ്പോൾ അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും കിട്ടാത്ത സ്നേഹം, കിട്ടാത്ത പരിഗണന ഈ കുട്ടി തേടി ചെല്ലുന്നത് വീട്ടിലെ പാചകക്കാരൻ്റെ അടുത്ത് നിന്നും, ഡ്രൈവറിൽ നിന്നും, പരിചാരികയിൽ നിന്നും ഒക്കെയാണ്. അപ്പോൾ മാധവിക്കുട്ടി തൻ്റെ കുട്ടിക്കാലത്ത് സഹവസിക്കുന്നത് കൂടുതലും അച്ഛനമ്മമാരോടൊപ്പമല്ല, വീട്ടിലെ പരിചാരകരുമായിട്ടാണ്. അവരുമായിട്ടുള്ള ആ ഒരു ഗാഠസൗഹൃദം ഈ പുസ്തകത്തിൽ ഉടനീളം നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ കൽക്കത്തയിൽ നിന്നും മധ്യവേനൽ അവധിക്കാലത്ത് നാട്ടിലേക്ക് തിരിക്കുന്നുണ്ട്. മധ്യവേനൽ അവധിക്കാലം പുന്നേർകുളത്തെ ആ നാലുകെട്ടിലാണ് കമല ചിലവഴിക്കുന്നത്. അവൾക്ക് ആ ഗ്രാമ്യമായ ഓർമ്മയോടൊപ്പം അമ്മമ്മയുടെ വാത്സല്യമാണ്. അമ്മമ്മ ഈ പുസ്തകത്തിലെ ഒരു നിറഞ്ഞ സ്നേഹ സാന്നിധ്യമാണ്, വാത്സല്യത്തിൻ്റെ ഒരു നിറകുടമാണ്. ആ സ്നേഹ വാത്സല്യത്തിൻ്റെ മാധുര്യം ഇതിൽ നിർലോഭം നുകരുന്നുണ്ട് ഈ എഴുത്തുകാരി. അവരുടെ കുട്ടിക്കാലത്തെ സ്നേഹസാന്ദ്രമാക്കുന്നത്, സ്നേഹസമ്പന്നമാക്കുന്നത് അമ്മമ്മയുടെ ആ നിർവ്യാജമായ
സ്നേഹവും പരിചരണവും വാത്സല്യവുമാണ്. അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും തനിക്ക് താൻ ആഗ്രഹിച്ച രീതിയിൽ ലഭിക്കാത്ത ആ കരുതലും സ്നേഹവുമെല്ലാം അമ്മമ്മയിൽ നിന്നും ഈ പെൺകുട്ടിക്ക് ലഭിക്കുന്നു. അതിൻ്റെ ഒരു നിറവ് അവർ അനുഭവിക്കുന്നു. പക്ഷെ പിന്നീട് കുറച്ചുകൂടി മുതിർന്നപ്പോൾ 14 വയസ്സുകാരിയായിട്ട് മാധവിക്കുട്ടി നാട്ടിലേക്ക് വരുമ്പോൾ അമ്മമ്മയിൽ നിന്നും മാനസികമായി അകലുകയാണ്. ആ കൗമാരക്കാരിയായിട്ടുള്ള പെൺകുട്ടിക്ക് അപ്പോൾ താല്പര്യം അമ്മമ്മയുടെ പണ്ടത്തെ ഗുണപാഠ കഥകളോ മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള ചരിതങ്ങളോ അവരുടെ ലളിത വസ്ത്രങ്ങളോ അവരുടെ ലാളിത്യമാർന്ന ജീവിത രീതിയോ ഒന്നും ഈ പെൺകുട്ടിക്ക് അപ്പോൾ രുചിക്കുന്നില്ല. അമ്മമ്മയെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിയിരുന്ന ആ രാത്രികളെ ആ പെൺകുട്ടിക്ക് അപ്പോൾ വെറുപ്പ് തോന്നും. അതുകൊണ്ട് അമ്മമ്മയോട് മറ്റൊരു മുറിയിൽ പോയി കിടക്കുവാനും ഒറ്റയ്ക്ക് കിടന്നാലേ എനിക്ക് ഉറക്കം വരികയുള്ളൂ എന്നും കൗമാരക്കാരിയായ കമല പറയുന്നു. അത് അമ്മമ്മയുടെ മനസ്സിൽ വേദനിപ്പിക്കുന്ന ഒരനുഭവമായി മാറുന്നു. അതിനെക്കുറിച്ചുള്ള ഒരു കുറ്റബോധം അമ്മമ്മയെ താൻ പിന്നീട് മുതിർന്നപ്പോൾ ആ സ്നേഹവായ്പിനെ അല്പമെങ്കിലും അവഗണിച്ചതിലുള്ള ഒരു കുറ്റബോധം, ആ കണ്ണുനീരിൻ്റെ ഒരു നനവ് ഇതിലെ അവസാന അധ്യായങ്ങളിൽ അനുവാചകരിലേക്ക് പകരുന്നതാണ്. അപ്പോൾ ഒരു പെൺകുട്ടിക്കാലം എന്ന ഒരു കൃതിയുണ്ട് തസ്ലീമ നസ്രീൻ്റെ, ബംഗ്ലാദേശി എഴുത്തുകാരിയ തസ്ലീമ നസ്രീൻ്റെ പെൺകുട്ടിക്കാലത്തെ അനുഭവങ്ങളാണ് അതിൽ ആവിഷ്കരിച്ചത്. അപ്പോൾ പെൺകുട്ടിക്കാലത്തിനൊരു സവിശേഷതയുണ്ട്. തൻ്റെ ശരീരത്തെ, അതിൻ്റെ വളർച്ചയെ, ആ ശരീരത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെ പെൺകുട്ടി അറിഞ്ഞു തുടങ്ങുന്ന, അതിൻ്റെ അജ്ഞാതമായ അനുഭവങ്ങളിലേക്ക്, അതല്ലെങ്കിൽ നവ്യമായ അനുഭവങ്ങളിലേക്ക് ആ പെൺകുട്ടി വളരുന്നതിൻ്റെ, അതിൻ്റെ ആശങ്കകളുടെ, അത് മറ്റൊരാളോട് തുറന്ന് പങ്കുവയ്ക്കാൻ കഴിയാത്തതിൻ്റെ നിസ്സഹായാവസ്ഥയുടെ ഒക്കെയുള്ള ഒരു അവതരണമാണ് അവസാന അധ്യായങ്ങളിൽ ഈ പുസ്തകത്തിൽ വരുന്നത്. അപ്പോൾ അങ്ങനെ ക്രമാനുഗതമായൊരു വളർച്ചയുടെയും മാനസികമായ വളർച്ചയുടെയും ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്കുള്ള വളർച്ചയുടെയും അതുപോലെ ഊഷ്മളമായ ബന്ധങ്ങളെ ഊഷരമാക്കുന്ന പുതിയ കാലത്തെ അനുഭവങ്ങളെയും മാധവിക്കുട്ടി ഇതിൽ ചേർത്ത് വച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു പെൺകുട്ടിയുടെ വളർച്ചയുടെ പടവുകളെ, അതിൻ്റെ കുതൂഹലങ്ങളെ, അതിൻ്റെ ഉദ്യോഗങ്ങളെ, അതിൻ്റെ ആനന്ദങ്ങളെ എല്ലാം ഇതിൽ അത്രമേൽ മനോഹരമായി ആലേഖനം ചെയ്തിരിക്കുന്നു. അങ്ങനെ മലയാള ഭാഷയുടെ ഒരു വരദാനമായി ഈ പുസ്തകം മാറുകയാണ്. അനന്യമായ രചനാ സൗഷ്ഠവം കൊണ്ട് ഈ പുസ്തകം പ്രകാശം ചൊരിയുകയാണ്. ആ നിർമാതളത്തിൻ്റെ സുഗന്ധം പോലെ, നിലാവ് പോലെയുള്ള അതിൻ്റെ നൈർമല്യം പോലെ ഈ നിർമാതളം പൂത്തകാലം എന്ന പുസ്തകം അനുവാചകനിൽ സൗരഭ്യം പടർത്തിക്കൊണ്ട് നിലനിൽക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. ഈ പുസ്തകത്തിൻ്റെ വായന ഒരു ധന്യതയാണ്. നമ്മിലേക്ക് തന്നെയുള്ള, നമ്മുടെ പൂർവ്വകാലത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക് കൂടിയാണ് ഈ പുസ്തകം നമുക്ക് വായനക്കാർക്ക് പ്രദാനം ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഒരു വായനാനുഭവം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ കഴിഞ്ഞതിലുള്ള ചാരിതാർത്ഥ്യം അറിയിച്ചുകൊണ്ട് ഈ പുസ്തക ചർച്ച സജീവമാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാ സുഹൃത്തുക്കൾക്കും
ഒരിക്കൽ കൂടി നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.